നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് കാലമാണ്. അനവധിയായിട്ടുള്ള സ്ഥാനാർത്ഥികൾ, വിവിധ പാർട്ടിയിലുള്ള സ്ഥാനാർത്ഥികൾ വോട്ട് തേടി ജനങ്ങളെ തേടിയെത്തും. അതിനൊപ്പം തന്നെ അവർ ഒരുപാട് വാഗ്ദാനങ്ങളും ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും. കേൾക്കുന്ന ജനങ്ങൾക്കെല്ലാം അറിയാം ഇതിൽ 99% നടക്കാൻ പോകുന്ന കാര്യങ്ങളെയല്ല, നടക്കാത്ത വാഗ്ദാനങ്ങളാണെന്ന്. അത് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോഴാണ് എന്ന് വെക്കാം. എന്നാൽ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞു, MLA ആയി, മന്ത്രിയായതിനു ശേഷം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില വാഗ്ദാനങ്ങൾ നൽകുന്നു, ചില ഉറപ്പുകൾ നൽകുന്നു. അത് പാലിക്കാതിരിക്കുന്നതിന് എന്ത് വേണം പറയാൻ? ശരിക്കും രാഷ്ട്രീയ തട്ടിപ്പ് എന്ന് തന്നെ പറയണം. ഞാൻ എൻ്റെ കാര്യമാണ് വ്യക്തിപരമായിട്ട് പറയുന്നത്. ഞാൻ ഇതുവരെ വിചാരിച്ചുകൊണ്ടിരുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ തട്ടിപ്പുകാരൻ തോമസ് ഐസക്കാണെന്നാണ്. നമ്മൾ കയർവരി എന്നൊക്കെ പറയുന്ന തോമസ് ഐസക്കാണ് ഏറ്റവും കൂടുതൽ വാഗ്ദാനങ്ങൾ നടത്തിയിട്ട് ആളുകളെ പറ്റിച്ചിട്ടുള്ള വ്യക്തി എന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്നാൽ എൻ്റെ ഒരു ചിന്താഗതി മാറ്റേണ്ട സമയമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം തോമസ് ഐസക്കിനെ പറ്റി പറയുമ്പോൾ തോമസ് ഐസക്ക് ഒരിക്കൽ പറഞ്ഞത് 2018 പറഞ്ഞ ഒരു കാര്യമുണ്ട്. KSRTC 2 വർഷം കൊണ്ട് ലാഭത്തിലെത്തിക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ 2018 കഴിഞ്ഞ് ഏത് വർഷമാണ് ഇതെന്ന് നമുക്കറിയാം. അദ്ദേഹം വെറുതെ ഒരു മനുഷ്യനായിട്ടിരുന്ന് പറഞ്ഞതല്ല, ധനകാര്യമന്ത്രിയായിട്ട് ഇരുന്നു കൊണ്ട് ഉത്തരവാദിത്തോട് പറഞ്ഞ കാര്യമാണ്. നടന്നില്ല, നമുക്കറിയാം. ആലപ്പുഴ പാലങ്ങളുടെയും തോടുകളുടെയും നഗരമാണ്, അത് സിംഗപ്പൂർ പോലെയാക്കും എന്ന് പറഞ്ഞു. ആലപ്പുഴ ഒരു വലിയ വാഗ്ദാനമാണ്. 2000 കോടിയുടെ പദ്ധതിക്കാണ് അദ്ദേഹം പറഞ്ഞത്. അത് നീട്ടിപ്പിടിച്ച് അദ്ദേഹം പോസ്റ്റ് ഇടുകയും ചെയ്തിരുന്നു. നടന്നില്ല എന്ന് നമുക്കറിയാം. ഇനി അതെല്ലാം പോട്ടെ, ഇതെല്ലാം മന്ത്രിയായി കഴിഞ്ഞ് പറഞ്ഞ വാഗ്ദാനങ്ങളാണ്, നടന്നില്ല. ഇത് മാത്രമല്ല, അനവധി അദ്ദേഹത്തിനെ പറ്റി പറയാനാണെങ്കിൽ ഒരു 200 പേജിൻ്റെ എങ്കിലും വേണ്ടി വരും. അദ്ദേഹം ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ നടപ്പിലാവാത്തത് മാത്രം. മറ്റൊരു കാര്യം കൂടെ ഓർപ്പിക്കാം. ആദ്യം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന ആ സമയം, അതായത് 2011 തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം ജയിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞത്, എനിക്ക് കിട്ടുന്ന ഭൂരിപക്ഷം അനുസരിച്ച്, ഒരു വോട്ടാണ് ഭൂരിപക്ഷമെങ്കിൽ ഞാൻ ഒരു മരം നടും, 10 വോട്ടാണ് ഭൂരിപക്ഷമെങ്കിൽ 10 മരം നടും, 1000 ആണ് 1000, ലക്ഷമാണ് ലക്ഷം, അങ്ങനെ എത്രയുണ്ടോ എനിക്ക് ഭൂരിപക്ഷം അതിനനുസരിച്ചുള്ള മരങ്ങൾ ഞാൻ നടും എന്ന് പറഞ്ഞു. 35,000 വോട്ടായിരുന്നു, 35,000 മുകളിൽ വോട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം. അപ്പോൾ റിസൾട്ട് അറിഞ്ഞു. അതിനുശേഷം അവിടെ ഇവിടെയായിട്ട് മരം നടന്നതായിട്ട് നമ്മളെ ഫോട്ടോ ഇട്ട് കാണിച്ചു. ഒന്ന് ഓർത്ത് നോക്കിയേ, ആലപ്പുഴ പോലെ ഒരു സ്ഥലത്ത് ഇദ്ദേഹം ഈ 35,000 മരങ്ങൾ വെച്ചിരുന്നുവെങ്കിൽ ഇന്ന് ആലപ്പുഴ ഒരു കാടായേനെ. അപ്പോൾ അത് തന്നെ വൻ ഉടായിപ്പാണ് നടത്തിയത്. എന്തിനാണ് ഇങ്ങനെ കള്ളം പറഞ്ഞ് ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്? സ്ഥാനാർത്ഥി ആയപ്പോൾ കള്ളം പറഞ്ഞു പറ്റിച്ചു, മന്ത്രി ആയപ്പോഴും കള്ളം പറഞ്ഞു പറ്റിച്ചു. പക്ഷേ തോമാച്ചനാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ ഉടായിപ്പെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. തോമാച്ചൻ ഇനി 2ാം സ്ഥാനത്തേക്ക് മാറി നിൽക്കേണ്ടവരും. ഇത്ര കാലവും വലിയ ആദർശ ധീരനാണ്, നല്ലവനാണ്, മാന്യനാണ് എന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന VS സുനിൽകുമാർ, അതായത് CPIയുടെ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി, അദ്ദേഹം കൃഷിമന്ത്രിയായിട്ട് ഇവിടെ ഇരുന്നിട്ടുള്ളതാണ്. അപ്പോൾ കേൾക്കുന്ന പലരും ചോദിക്കും, അദ്ദേഹം എപ്പോഴാണ് കൃഷിമന്ത്രി ആയത്? അതാണ് അദ്ദേഹത്തിൻ്റെ ഗുണം. മനസ്സിലായല്ലോ. അദ്ദേഹം കൃഷിമന്ത്രിയായിട്ട് 5 വർഷം ഇരുന്നിട്ടുണ്ട്. പക്ഷേ എത്ര പേർക്ക് അറിയാമോ എന്തോ, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തന മികവ്. ഇനി എന്താണെന്നല്ലേ, ഇദ്ദേഹം അവിടെ പൊയ്യയിലെ ഒരു ചക്ക സംസ്കരണ കേന്ദ്രമൊക്കെ തുടങ്ങിയായിരുന്നു. ഉണ്ടോ എന്തോ? ഇല്ല. സ്വാഭാവികമായിട്ട് ഇടതുപക്ഷക്കാരനാണ്, ഈ വാഗ്ദാനം മാത്രമേ കാണൂ. അവിടെ ചക്കയൊക്കെ സംസ്കരിച്ച് പുതിയ ഉൽപ്പന്നമൊക്കെ ഉണ്ടാക്കി വിറ്റ് കർഷകർക്ക് അങ്ങ് ലക്ഷക്കണക്കിന് രൂപ ലാഭം ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഖജനാവിൽ നിന്ന് കുറേ കാശ് പോയതല്ലാതെ ഒരു ഗുണമുണ്ടായില്ല. ഇതാ വേറെ 2 ചിത്രങ്ങൾ നിങ്ങൾ നോക്കുക. എൻ്റെ പേരൊക്കെ രസമാണ്. ഒസിയാന കശുമാങ്ങ പഴത്തിൽ നിന്നും മൂല്യവർദ്ധനവിലൂടെ ആരോഗ്യ പാനീയം നിർമ്മാണ യൂണിറ്റൊക്കെ ഉണ്ടാക്കി അദ്ദേഹം നീട്ടിപ്പിടിച്ച് കുടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ആ കുപ്പി കുടിക്കുന്നുണ്ട്. ഇങ്ങനൊരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഖജനാവിൽ നിന്ന് കുറച്ച് ലക്ഷങ്ങളോ കോടികളോ മാറിക്കിട്ടി. ഇതെല്ലാം മന്ത്രിയായിരുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ വാഗ്ദാനമായിരുന്നു. ഒന്നും നടന്നില്ല. ഖജനാവിന് നഷ്ടമല്ലാതെ 5 പൈസയുടെ ലാഭം ഈ മനുഷ്യൻ ഉണ്ടാക്കി തന്നിട്ടില്ല. ഇനി വേറൊരു കാര്യമുണ്ട്. ഇയാൾ മന്ത്രിയായിരുന്ന സമയത്താണ് ചതുപ്പ് നിലങ്ങളൊക്കെ കൃഷിയോഗ്യമാക്കിയെന്നും അവിടെ ഹെക്ടർ കണക്ക് കൃഷിഭൂമി തിരിച്ചു പിടിച്ചെന്നും അവിടെ ഇയാളും കൂടെ നിന്നുകൊണ്ട് വിത്തെറിയുന്ന കാഴ്ചയൊക്കെ ഉണ്ട്. ഇയാൾ എന്ന് ഞാൻ മനഃപൂർവ്വം വിളിക്കുന്ന കാര്യം, നമ്മൾ ഇവരെയൊക്കെ യഥാർത്ഥം അറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഒരു തരിമ്പ് പോലും ഇവരോടൊന്നും നമ്മൾക്ക് ബഹുമാനം തോന്നേണ്ട കാര്യമില്ല. അത്രയേറെ നശിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഇവർ യഥാർത്ഥത്തിൽ. അപ്പോൾ ഇവർ ഈ തരിശു ഭൂമിയിലൊക്കെ പോയി വിത്തെറിഞ്ഞു, അവിടെ കൃഷിഭൂമിയാക്കി, ഇത്ര കൃഷിഭൂമി കേരളത്തിൽ തിരിച്ചു വന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ ആഘോഷം നടത്തും. എന്നിട്ട് ഇതിൻ്റെ കൊയ്ത്ത് സമയത്ത് പോയി കൊയ്ത് ഈ നെല്ലെല്ലാം മെതിച്ച് ഇതെല്ലാം കുത്തിയതിന് ശേഷം പോയി എല്ലാവരും കൂടി ഇരുന്ന് പായസം കുടിക്കും. അങ്ങനെ പായസം കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഏതാണ്ട് 33 ലക്ഷം രൂപയോളം ചിലവാക്കിയിട്ട് ഒരു പാടശേഖരം അവിടെ വിത്തിറക്കി കൃഷി ചെയ്തു, കൊയ്തു, ആ നെല്ല് മെതിച്ച് നെല്ല് കുത്തി അതിനുശേഷം പായസം ഉണ്ടാക്കി രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും കൂടെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഗതാഗത വകുപ്പ് മന്ത്രി
ഗണേഷ് കുമാറുണ്ട്. ഇത് ഞാൻ ഇത്രയും പറയാൻ കാര്യം ഗണേഷ് കുമാർ തന്നെ നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ പായസം കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഗണേഷ് കുമാർ ചോദിച്ചു, എവിടെ നെല്ലെവിടെ, അല്ലെങ്കിൽ അത് വിറ്റിട്ടുള്ള കാശ് എവിടെയും ചോദിച്ചപ്പോൾ ആ നെല്ലാണ് നിങ്ങളിപ്പോൾ പായസമായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. അതായത് 100-500 പേർക്ക് കൊടുക്കാനുള്ള പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത്രേ അവിടെ കൃഷി ചെയ്തത്, പായസം ഉണ്ടാക്കാനുള്ള അരിക്ക് വേണ്ടിയിട്ട്. അതായത് എത്ര വേണ്ടി വരും? 5-6 പറ, അല്ലെങ്കിൽ പോട്ടെ 10-20-100 പറ അരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നോ അത്രയും വലിയ കൃഷി നടത്തിയത്? അപ്പോൾ 33 ലക്ഷം രൂപയോളം ചിലവാക്കിയിട്ട് ഉണ്ടാക്കിയ സാധനം 10-200 പേർക്ക് പായസം. ഇതായിരുന്നു മന്ത്രിയായിരുന്ന സമയത്ത് ഈ മഹാന്റെ പ്രകടന മികവ്. ഈ മഹാനെയൊക്കെയാണ് മാധ്യമപ്രവർത്തകരൊക്കെ വന്നിട്ട്, അയ്യോ അയാൾ നല്ല മനുഷ്യൻ, MLA ഹോസ്റ്റലിലും മറ്റുമൊക്കെ റൂമുണ്ട്, നമ്മളൊക്കെ എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് തിരുവനന്തപുരത്ത് വന്നാൽ എൻ്റെ റൂമിൽ കിടന്നോ എന്ന് പറയും. എൻ്റെ റൂമിൽ കിടന്നു, പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലല്ലോ, MLAക്ക് കൊടുത്തിരിക്കുന്ന ക്വാർട്ടേഴ്സും മറ്റുമൊക്കെയാണ്. അപ്പോൾ മാധ്യമപ്രവർത്തകർക്കും വലിയ സന്തോഷമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ തേടി ഇവിടെ വരുന്നവർക്കും വലിയ സന്തോഷമാണ്. ഇവരൊക്കെയാണ് ഈ PR ആയിട്ട് നാട്ടിൽ ചെന്നിട്ട്, സുനിൽ കുമാറില്ലേ വലിയ നല്ല മനുഷ്യനാണ് കേട്ടോ മറ്റേ, ഇങ്ങനെ ആളുകൾ പറഞ്ഞ് ഈ നല്ലതാക്കി വെക്കുന്നതല്ലാതെ ഇവരെ കൊണ്ട് ജനങ്ങൾക്ക് എന്താണ് ഗുണം? അതാണ് ചോദ്യം. ഇവരെ കൊണ്ട് എന്താണ് ജനങ്ങൾക്ക് ഗുണമുണ്ടായിരിക്കുന്നത്? ഈ നല്ല അഭിപ്രായം മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്നു. ശരിയാണ്. ഇങ്ങനെ വരുമ്പോൾ പിഷാരടി പറഞ്ഞ ഒരു വാചകമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പിഷാരടി കോൺഗ്രസ്സുകാരനാണ്. പിഷാരടി പറയാറുണ്ട്, ഒരാളുടെ പെരുമാറ്റം കണ്ടിട്ട് അയാളുടെ സ്വഭാവം അളക്കരുതെന്ന്. നമുക്ക് ക്യാരക്ടറും ബിഹേവ് ചെയ്യുന്നതും രണ്ടും രണ്ടാണ്. ഒരാൾ ചിലപ്പോൾ നല്ല രീതിയിൽ ബിഹേവ് ചെയ്തേക്കാം, അതിനർത്ഥം അയാളുടെ നല്ല സ്വഭാവമാണെന്നല്ല. ഇവരെയൊക്കെ കാണുമ്പോൾ എനിക്കതാണ് തോന്നുന്നത്. ഇവരൊക്കെ പുറമേ ഇങ്ങനെ കാണുമ്പോൾ വലിയ കൈ പിടിച്ച് സംസാരിക്കും, ഭയങ്കര സ്നേഹവും, പക്ഷേ കാര്യത്തോടെ എടുക്കുമ്പം കാശിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഐറ്റങ്ങളാണിവർ. ഞാൻ ഉദാഹരണ സഹിതം തെളിവ് സഹിതമാണ് പറഞ്ഞ്, ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടും പോലും ഇല്ലാത്ത സംഗതികളാണ്. ഇവിടെ വിളംബരം ചെയ്ത് ലക്ഷങ്ങൾ ചെലവാക്കി ഈ യൂണിറ്റൊക്കെ ഉണ്ടാക്കി അതിനുശേഷം ലക്ഷങ്ങൾ പൊടിച്ചു കളഞ്ഞ സംഗതിയാണെന്ന എൻ്റെയും നിങ്ങളുടെ എല്ലാം പണമാണ്. അപ്പോൾ ഇതുപോലുള്ള പാഴിനെയൊക്കെ ഇനിയും വോട്ട് ചെയ്ത് ജയിപ്പിക്കണോ എന്നാണ് ഈ പ്രഭുത്വത അല്പമെങ്കിലും അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ചിന്തിക്കേണ്ടത്. ഞാൻ മാറ്റി പറയുന്നു, ഞാൻ ഇതുവരെ വിചാരിച്ചുകൊണ്ടിരുന്നത് തോമസ് ഐസക്കാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ ഫ്രോഡെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അദ്ദേഹം 2ാം സ്ഥാനത്തേക്ക് പോയി. ഇനി മുതൽ ഈ VS അനിൽകുമാറാണ് രാഷ്ട്രീയ ഫ്രോഡ് അഥവാ വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ പറ്റിക്കുന്നതിൽ 1ാം സ്ഥാനത്ത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.